ഡെയിലി തോട്ട്സിലേക്ക് എല്ലാ സഹോദരങ്ങൾക്കും സ്വാഗതം. വിശുദ്ധ മർക്കോസ് സുവിശേഷം 8-ാം അധ്യായം 26-ാമത്തെ വാക്യം. "നീ ഊരിൽ കടക്ക പോലും അരുത് എന്ന് അവൻ പറഞ്ഞു അവനെ വീട്ടിലേക്ക് അയച്ചു." ഊരിന് പുറത്ത് കൊണ്ടുപോയി കർത്താവ് ഒരു കുരുടനെ സൗഖ്യമാക്കി. എന്നിട്ട് തിരിച്ച് ഊരിൽ പോകരുത് എന്ന് അവനെ വിലക്കുന്നു. പാരമ്പര്യത്തിൽ നിന്ന് ദൈവം നിങ്ങളെ പുറത്തേക്ക് കൊണ്ടുവന്നു. ശാപത്തിൽ നിന്ന് ദൈവം നിങ്ങളെ പുറത്തേക്ക് കൊണ്ടുവന്നു. പാപത്തിൽ നിന്ന് ദൈവം നിങ്ങളെ പുറത്തേക്ക് കൊണ്ടുവന്നു, നിങ്ങളെ സൗഖ്യമാക്കി. അങ്ങനെയാണെങ്കിൽ ആ പാരമ്പര്യത്തിലേക്ക് സൗഖ്യം പ്രാപിച്ചതുകൊണ്ട് നിങ്ങൾ പോകരുത്. ആ സാമുദായിക ആചാരങ്ങളിലേക്ക് വീണ്ടും നിങ്ങൾ തിരിച്ചു പോകരുത്. നിങ്ങൾ ഉപേക്ഷിച്ചത് ഇനി നിങ്ങൾ തിരിച്ചെടുക്കരുത്. നിങ്ങളെ ദൈവം ആ പാപത്തിൽ നിന്ന്, ആ ശാപത്തിൽ നിന്ന്, ആ ഊരിൽ നിന്ന്, ആ പാരമ്പര്യത്തിൽ നിന്ന്, ആ പാരമ്പര്യ വിശ്വാസങ്ങളിൽ നിന്ന്, ആ പാരമ്പരികമായ സാഹചര്യത്തിൽ നിന്ന് ദൈവം നിന്നെ പുറത്തേക്ക് കൊണ്ടുവന്നെങ്കിൽ ഇനി തിരിച്ചൊരു പോക്ക് നിനക്ക് വേണ്ട. ദൈവം വേണ്ട എന്ന് പറഞ്ഞത് വേണ്ട തന്നെയാണ്. നിന്നെ സൗഖ്യമാക്കിയത് പുറത്ത് കൊണ്ടുപോയി അവൻ പറഞ്ഞു ഇനി നീ തിരിച്ചു പോകരുത്. ആകയാൽ ഇന്ന് പ്രഭാതത്തിൽ നമുക്കൊരു തീരുമാനം ദൈവസ്ഥലെടുക്കാം. ദൈവം നമ്മെ വിലക്കിയ മേഖലകളിൽ ഇനി പോകരുത്. ദൈവം ഉപേക്ഷിക്കാൻ പറഞ്ഞത് ഉപേക്ഷിക്കണം. ദൈവം വേണ്ട എന്ന് വെച്ച വ്യക്തിബന്ധങ്ങൾ വേണ്ട. ദൈവം വേണ്ട എന്ന് പറഞ്ഞ് നമ്മളെ പുറത്തിറക്കിയ ആ പാരമ്പര്യ ആചാര അനുഷ്ഠാനങ്ങളിൽ ഇനി തിരിച്ചു പോകരുത്. പ്രാർത്ഥിക്കാം. ഞങ്ങൾ അധികമായി സ്നേഹിക്കുന്ന ദൈവമേ, ഊരിൻ്റെ പുറത്ത് കൊണ്ടുപോയി അവനെ സൗഖ്യമാക്കിയതിനായി സ്തോത്രം. ഊരിലേക്ക് കടക്കരുതെന്ന് വിലക്കിയതിനായി സ്തോത്രം. ഈ ദിവസങ്ങൾ ദൈവമേ, അങ്ങ് വിലക്കിയവർ ഏറ്റെടുക്കട്ടെ. അങ്ങ് പുറത്തു കൊണ്ടുപോയി സൗഖ്യമാക്കിയവർ ആ സൗഖ്യം നിലനിർത്തട്ടെ. ഈ ദിവസം മുഴുവനും ദൈവം സൂക്ഷിക്കും. യേശുവിൻ നാമത്തിൽ ആമേൻ.